പണ്ടൊരു ബാബ പറഞ്ഞു, പടച്ചവനെ ഉസ്താക്കന്മാർക്ക് എവിടെ നിന്നാണോ അവർക്ക് മസലുണ്ട്. എന്റെ ഒരു സ്വർണ്ണമാല പോയി ഉസ്താദിന്റെ കയ്യിൽ എത്തല്ലേ എന്ന് ഇതുവായിരുന്നു. എന്താ അതൊരു പക്ഷെ മസല കാണും. പക്ഷെ ഇത് നല്ല കറുത്ത താടി തന്നെയാട്ടോ, ഇത് കയ്യൊന്നുമല്ല. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അങ്ങനെയാ. വയസ്സാകുന്നത് ഇഷ്ടമല്ല, നരയ്ക്കുന്നത് ഇഷ്ടമല്ല, അതിനെ മൂടി മൂടി വെക്കും. നാം അതിനെ കത്രി കൊണ്ട് ഇറുക്കി ഇറുക്കി വിടും. ഹബീബേ, യാഥാർത്ഥ്യം ഒരു ദിവസം സംഭവിക്കും. മരണം നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇമാം ശാഫിഈ തങ്ങൾ പാടി, കുല്ലും റിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. എല്ലാ മനുഷ്യരും അതാ വീടുകളിൽ സന്തോഷത്തിൽ കഴിയുന്നു. മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ സമീപസ്ഥനാണ്. അള്ളാഹു പടച്ചവൻ തൗബ ചെയ്യാൻ ഇസ്തിഗ്ഫാർ ചൊല്ലി ഇൻഷാ അല്ലാഹ് റാഹത്തായിട്ട് ഏതായാലും പോകുമ്പോ നല്ല പുഞ്ചിരിച്ച് തൗബയൊക്കെ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിച്ചു ചൊല്ലി റാഹത്തായിട്ട് പോകണം. ആ റൂഹ് എങ്ങോട്ട് പോകണം? ആ റൂഹിനെയും കൊണ്ട് മലക്കുകൾ അനന്തമായ ആകാശത്തിലൂടെ നീന്തി തുടിച്ച് എല്ലീനിൽ എത്തണം, അല്ലേ? വന്നാസിആതി ഗർഖാ വന്നാശിതാതി നഷ്താ വസ്സാബിഹാതി സബ്ഹാ. പരിശുദ്ധ ഖുർആൻ. വന്നാസിആതി, വലിച്ചൂരിയെടുക്കുന്ന, ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരിയെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. കണ്ടോ? ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പാരുഷ്യത്തോടെ വലിച്ചൂരിയെടുക്കുന്ന മലക്കുകൾ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. വന്നാശിതാതി നഷ്താ, ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മൃദുലമായി പിടിക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. കുഴച്ച മാവിൽപ്പെട്ട നൂല് മുടിയെടുക്കും പോലെ, കൂജയിലെ വെള്ളം ഒഴിക്കും പോലെ അതാ മുഅ്മിനീങ്ങളുടെ അർവാഹുകളെ മലക്കുകൾ മെല്ലെ പിടിച്ചെടുക്കും. സ്വർഗത്തിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ മെല്ലെ ഊരിയെടുക്കും. എന്നിട്ട് ഈ അർവാഹുകളെ, ഈ റൂഹുകളെ മലക്കുകൾ കയ്യിലെടുത്തിട്ട് അതാ നീന്തുകയാണ് അള്ളാഹുവിലേക്ക്. അനന്തമായ പ്രകാശ വർഷങ്ങൾ പിന്നിട്ട് ഈ റൂഹിനെയും കൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് നീന്തുന്ന മാലാകമാരെ തന്നെയാണ് സത്യം. മക്കളെ, നിങ്ങൾ എത്ര ഡിഗ്രി പഠിച്ചാലും ബിടെക് എടുത്താലും കമ്പ്യൂട്ടർ എടുത്താലും ശരി, മരണം ഉറപ്പാ. ആറിനോട് ടോയംബിയോട് ചോദിച്ചു, എന്താണ് ജീവന്റെ മരണം എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജീവന്റെ രഹസ്യം തന്നെ അറിയില്ല, പിന്നെയല്ലേ മരണത്തിന്റെ രഹസ്യം കണ്ടെത്തുക. അള്ളാഹു പടച്ചവൻ ആഖിറത്തെ പറ്റി ചിന്തിക്കാൻ പടച്ചവൻ തൗഫീഖ് തരട്ടെ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയ്ക്ക് മാപ്പ് കൊടുക്കുകയാണ്, എന്നെ അവൾ വിമർശിക്കട്ടെ, അവൾക്ക് അതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ ഒന്നും കൂടി പറയുന്നു, വിവാഹ ജീവിതം അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരു ധാരണയിൽ പോവുക, പരസ്പരം നമ്മൾ മനസ്സിലാക്കുക, ധാരണയിൽ പോവുക, അവളെ ഉപദേശിക്കുക, അതുപോലെ നാം അവൾക്ക് സ്നേഹം കൊടുക്കുക. ഇത് പറയുമ്പോൾ പെണ്ണിന് ഇങ്ങോട്ട് ഒരു ഹക്കും ഇല്ലെന്ന് മനസ്സിലാക്കരുത്. ഹക്കുണ്ട്, പെണ്ണിന് ഹക്കുണ്ട്. നോക്കൂ, ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹു സിറിയയിൽ നിന്ന് വരികയാ. മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് സുജൂദ് ചെയ്തു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ ഹാദാ യാ മുആദ്, ഇതെന്താ ഇത്? അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ സിറിയയിൽ ചെന്നപ്പോൾ അവിടത്തെ ക്രൈസ്തവർ അവരുടെ പുരോഹിതന്മാർക്ക് സാഷ്ടാംഗം ചെയ്യുന്നത് കണ്ടു. അങ്ങ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവനല്ലേ, നേതാവല്ലേ, അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്തതാണ്. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഞാൻ ലൗ കുന്തു ആമിറൻ അൻ യസ്ജുദ ലി അഹദിൻ, ഞാൻ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഒരു പെണ്ണ് ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിന് എത്രമാത്രം ഒരു ഭർത്താവിനോട് കടമകൾ നിർവഹിക്കണമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഒരുപാട് ഹദീസുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു പെണ്ണ് സ്വർഗത്തിൽ കടക്കാൻ മാനദണ്ഡം പ്രിയപ്പെട്ട പ്രിയതമന്റെ പൊരുത്തമാണ്. ഒരു പെണ്ണ് മരിച്ചാൽ ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി മരണപ്പെട്ടാൽ മുത്തുനബി പറഞ്ഞു, അവൾ സ്വർഗത്തിലാണ്. ഭർത്താവിന്റെ പൊരുത്തം സ്വീകരിച്ച് ഒരു ഭാര്യ മരണപ്പെട്ടാൽ അവൾ സ്വർഗത്തിലാണ്. എന്നാൽ ഭർത്താവിനെ വെറുപ്പിച്ചുകൊണ്ട് അവൾ കഴിയുകയാണെങ്കിൽ മലക്കുകൾ അവളെ ശപിക്കും.
അള്ളാഹു കാക്കട്ടെ. ഭർത്താവിന്റെ ഇഷ്ടമില്ലാതെ അനുവാദമില്ലാതെ ഒരു പെണ്ണ് അയ്യുമംറഅത്തിൻ ഖറജത്ത് ഖാരിജൽ ബൈത്ത്, വീടിന്റെ പുറത്തേക്ക് പോയാൽ ലഅനഹാ മലകുൻ ഫിസ്സമാ കാരിഹുൻ ലഹാ സൗജുഹാ, ഭർത്താവിന്റെ അതൃപ്തിയോടുകൂടി ഒരു പെണ്ണ് പുറത്തേക്ക് പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വന്നാൽ നീ നടന്ന പ്രദേശങ്ങളിലുള്ള വസ്തുക്കളെല്ലാം വകുല്ലമാ മറത്ത് അലൈ, നിന്നെ ശപിക്കും. ആകാശത്തുള്ള മലക്കുകളെല്ലാം നിന്നെ ശപിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ചില പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കണം, ഷോപ്പിംഗ് പർച്ചേസ് അവള് തന്നെ പോണം. മനസ്സിലായില്ലേ? ഭർത്താവ് എത്ര പറഞ്ഞാലും അനുസരിക്കൂല. ചില പെണ്ണുങ്ങൾക്കോ മച്ചാ കൊണ്ടേ കൊടുക്കുന്ന അത് മതി. ഓ, നിങ്ങൾ സെലക്ഷനും എടുക്കനാ, എന്നെ മാത്രം സെലക്ഷൻ ചെയ്തോളൂ, ഇഷ്ടപ്പെടാനുള്ളൂ അല്ലേ? ചില ആളുകൾ പറയും എനിക്ക് സെലക്ട് ചെയ്യാൻ അറിയാം, പക്ഷെ നിന്നെ സെലക്ട് ചെയ്തപ്പോ തെറ്റുപറ്റിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, ആണുങ്ങൾ കൊണ്ടുവരുന്നത് പോരെ അല്ലേ? അത് പക്ഷെ അത് സ്ത്രീകൾ തൃപ്തിപ്പെടൂല. അവര് ഷോപ്പിങ്ങിന് വിടണം, പർച്ചേസിന് വിടണം, എന്നാലേ അവർക്ക് റാഹത്താണ്. ഭർത്താവിന്റെ പൊരുത്തത്തോടു കൂടി പോകണം. ഭർത്താവിനെ വെറുപ്പിച്ചുകൊണ്ട് ഒരു പെണ്ണും പുറത്തു പോകരുത്. അല്ലാഹു തആല പടച്ചവൻ അനുസരിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരസ്പരം ധാരണയിൽ മുന്നോട്ട് പോകണം. കുടുംബജീവിതം ഒരു മഹത്തായ ഉടമ്പടിയാണ്, ധാരണയാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അള്ളാഹു പടച്ചവൻ ഭർത്താവിന്റെ കടമകൾ മനസ്സിലാക്കാനും ഭാര്യയുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനും അള്ളാഹു ദമ്പതികളായ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ആ കുടുംബത്തിലാണ് സന്തോഷം കളിയാടുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് ലയിച്ചു ചേരാൻ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അള്ളാഹു നിങ്ങളുടെ ഇടയിൽ സ്നേഹവും കാരുണ്യവും കരുപിടിപ്പിച്ചില്ലേ? പരിശുദ്ധ ഖുർആൻ കണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഏതോ അന്യ കുടുംബത്തിൽ നിന്ന് അതാ വിവാഹത്തിലൂടെ നമ്മുടെ ലൈഫ് പാർട്ട്ണറായി, നമുക്ക് അതാ കുഞ്ഞുങ്ങളുണ്ടായി, ആ കുടുംബ ജീവിതത്തിൽ അതാ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നു. ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് ലയിച്ചു ചേരാൻ, നിർവൃതി അടയാൻ. ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന്, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് നിർവൃതി കിട്ടണം. അപ്പോഴേ നല്ല കുടുംബജീവിതമാകൂ. അള്ളാഹു പടച്ചോ നമ്മുടെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും മാതൃക നമ്മുടെ മുത്താണ്, പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ പറ്റി ഞാൻ അല്പം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്പനേരം കൂടി നിങ്ങൾ ഇരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നമ്മളിലേക്ക് വന്നു. അവിടുത്തെ പ്രബോധനം എല്ലാവരും ഹിദായത്തിലാകാൻ നബി ആഗ്രഹിച്ചു. എല്ലാവരും സ്വർഗത്തിൽ വരാൻ നബി തിരുമേനി ആഗ്രഹിച്ചു. അള്ളാഹു പടച്ചോ നമ്മളെല്ലാം ഹിദായത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെന്ന് പറഞ്ഞു, മസലീ വ മസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം തീ കത്തിച്ച മനുഷ്യനെ പോലെയാണ്. തീ കണ്ടപ്പോൾ, വെളിച്ചം കണ്ടപ്പോൾ ചിത്രശലഭങ്ങളും പ്രാണികളും വന്ന് അതിൽ വന്ന് വീണ് കരിയാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ മണിക്കുത്തിൽ പിടിക്കുകയാണ്. നിങ്ങൾ മാർഗഭ്രംശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു, വഴിയറിയാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു, നിങ്ങൾ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഞാൻ നിങ്ങളുടെ മടിക്കുത്തിൽ പിടിച്ചു, നിങ്ങൾക്ക് പ്രബോധനം നൽകി, നിങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ഞാനിതാ നിങ്ങൾക്ക് പ്രബോധനം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ തമ്മിലുള്ള ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്ക ജീവിതത്തിൽ മുഴുവനും പീഡനങ്ങൾ സഹിച്ചു. അള്ളാഹുവിന്റെ റസൂൽ മർദ്ദനങ്ങൾ സഹിച്ചു, വിമർശിക്കപ്പെട്ടു. തായിഫിൽ ചെന്നപ്പോ കല്ലേറുണ്ടായി അല്ലേ? ഒരു ദിവസം മുത്തുനബി മസ്ജിദുൽ ഹറാമിലേക്ക് വരികയാണ്. വന്ന് നമസ്കരിക്കാൻ കൈകെട്ടുന്നു. കാബയുടെ മറുഭാഗത്ത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുകയാണ് റളിയല്ലാഹു അൻഹു. കാബയുടെ മറുഭാഗത്ത് അബൂജഹലുണ്ട്, ഉത്ബയുണ്ട്, ഷൈബയുണ്ട്, വലീദുണ്ട്, ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തുണ്ട്. അപ്പോൾ നബിയെ കളിയാക്കിക്കൊണ്ട് അബൂജഹൽ ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ ഒട്ടകത്തിന്റെ പിണ്ടം കൊണ്ടുവന്ന് പ്രവാചകന്റെ കഴുത്തിലിടാൻ? ഉഖബ എഴുന്നേറ്റു, ഞാൻ തയ്യാറാണെന്ന്. ദുഷ്ടൻ. അയാൾ ചെന്നു, ഒട്ടകത്തിന്റെ പിണ്ടം കൊണ്ടുവന്ന് സുജൂദിൽ കിടക്കുന്ന പ്രവാചകന്റെ കഴുത്തിലേക്ക് കൊണ്ടുവന്നിട്ടു. അല്ലാഹുവിന്റെ റസൂലിന് ശിരസ് ഉയർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഫാത്തിമ ഓടി വന്നു, കരയുകയാണ്. പക്ഷേ ആ കൊച്ചു ബാലികയ്ക്ക് അത് പൊക്കാൻ കഴിഞ്ഞില്ല. യുവാക്കളായ സഹാബാക്കൾ വന്നു, അതിനെ എടുത്തു മാറ്റുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഫാത്തിമയെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ, നീ കരയാതപ്പോ അള്ളാഹു നിന്റെ ഉപ്പയെ രക്ഷിക്കും മോളെ.
ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവം മഹാകവി വള്ളത്തോൾ തന്റെ സാഹിത്യമഞ്ജരിയിലും പറയുന്നുണ്ട്. അന്നീ നരസ്നേഹി നമസ്കരിച്ചു കിടന്ന പോതി തിരുവങ്കഴുത്തിൽ ഒരുട്ടകത്തിൻ കുടൽമാല ചാർത്തിപ്പാനേ ലഭിച്ചുള്ളു നമുക്ക് ഭാഗ്യം. മാലാർന്നു കേഴും മകളെ തലോടിക്കൊണ്ടാശ്വസിപ്പിച്ചു സുശാന്തശീലൻ. നിന്നിന്നച്ഛനെ കാത്തരുളാതിരിക്കില്ലല്ലാഹു പാഴിൽ കരയായിക കുഞ്ഞേ. അള്ളാഹുവിന്റെ റസൂൽ അതാ ഫാത്തിമയെ ആശ്വസിപ്പിക്കുകയാണ്. നമ്മൾ അവരെ പൊക്കുന്നതല്ല, അള്ളാഹുവിന്റെ റസൂലിനെ എല്ലാവരും പഠന വിധേയമാക്കിയിട്ടുണ്ട്. എല്ലാവരും നബിയെ പറ്റി പറഞ്ഞത് എന്താ? സുശാന്തശീലൻ, നരസ്നേഹി അല്ലേ? നാരായണ ഗുരു നബിയെ പറ്റി പറഞ്ഞത് കരുണാവാൻ നബി മുത്തുരത്നമോ അല്ലേ? അപ്പൊ സഹോദരന്മാരെ, ഈ അടുത്ത കാലത്താണ് ചിൻവാദ് പാലം അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി വിമർശിച്ച് ന്യൂമാൻ കോളേജിലെ ജോസഫ് സാറ് എന്താ നബിയെ പറ്റി ബികോം സെക്കൻഡ് ഇയർ അല്ലെ ഇന്റേണൽ പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പർ എഴുതി. സത്യം പറഞ്ഞാൽ അയാളെ പറ്റി അറിയാവുന്ന ആളാണ് ഞങ്ങളുടെ MLA, പൂഞ്ഞാറിന്റെ MLA. അദ്ദേഹം MLA എന്നോട് പറഞ്ഞതാണ്, കടുത്ത വർഗീയത ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് പറഞ്ഞത്. ആ മുസ്ലിങ്ങളോട് ഭയങ്കര വിദ്വേഷമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയുള്ള ചോദ്യ പേപ്പർ എഴുതിയത്. ചോദ്യ പേപ്പർ എന്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ ചോദ്യ പേപ്പർ കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അത് ഈ വേദിയിൽ വെച്ച് പറയാൻ പറ്റത്തില്ല. വളരെ പ്രവാചകനെ താറടിക്കുന്നതാണ്. മുഹമ്മദ് എന്ന് എഴുതിയിരിക്കുന്നു അദ്ദേഹം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന് എഴുതിയിരിക്കുന്നു. ദൈവമേ ദൈവമേ. ഉടനെ ദൈവം തിരിച്ചു ചോദിക്കുന്നു, എന്താടാ നായിന്റെ മോനെ എന്ന്. ഇനി അദ്ദേഹം ഉദ്ദേശിച്ചത് സുഹൃത്തുക്കളെ PT കുഞ്ഞുമുഹമ്മദിന്റെ കഥാപാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ദൈവം തിരിച്ച് തന്റെ സൃഷ്ടിയോട് എന്താടാ നായിന്റെ മോനെ ചോദിക്കുവോ? ഒരു സാധാരണ മുഹമ്മദ് ആണെന്ന് സങ്കല്പിക്കാം. എന്നാൽ ദൈവം തന്റെ സൃഷ്ടിയോട് ഇതുപോലുള്ള, ഞാൻ ചോദിക്കട്ടെ, ഒരു പുരാതനമായ ഒരു കോളേജ്, എല്ലാ മതവിഭാഗങ്ങളും സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു കേന്ദ്രമാണ് തൊടുപുഴ. ആ സ്ഥാപനത്തിലെ ഒരു ഉയർന്ന ഡിഗ്രിയുള്ള പ്രൊഫസർ തന്റെ ഭാവി, ആരാണ് വിദ്യാർത്ഥികൾ? ഭാവി പൗരന്മാരാണ്. അവരെ വാർത്തെടുക്കേണ്ട ജോസഫ് സാറ്, സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന് എന്ത് പറ്റിപ്പോയി? അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ, മാർഗദർശനം കൊടുക്കട്ടെ. എന്നിട്ട് പിന്നെ എഴുതിയത്, ദൈവമേ ഒരയല എത്ര കഷ്ണമാക്കാം? അപ്പൊ ദൈവം 3 കഷ്ണമാക്കാമെന്ന് നിന്നോട് പറഞ്ഞില്ലേടാ നായിന്റെ മോനെ. വീണ്ടും അപ്പൊ ഇയാൾക്ക് എന്തോ നായിന്റെ മോനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇയാളുടെ വെരി ബാഡ് കൾച്ചറാണ്, അയാളിലുള്ള വർഗീയതയാണ് അയാൾ ചോദ്യ പേപ്പറിലൂടെ പുറത്താക്കിയത്. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള പല ആളുകളും അന്നും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെ വിമർശിച്ചവർ. പക്ഷേ അതുകൊണ്ട് ഇസ്ലാമിനോ മുസ്ലിം സമൂഹത്തിന്റെ ഗാത്രത്തിനോ ഒരു പോറലും ഏൽക്കുകയില്ല. നോക്കൂ, ബറാക് ഹുസൈൻ ഒബാമ അല്ലേ, അദ്ദേഹം ഈജിപ്തിൽ 18 ദിവസമായി തഹരീർ ചത്വര സ്ക്വയറിൽ അതാ ലക്ഷോപലക്ഷം യുവാക്കൾ 30 വർഷം ഈജിപ്തിനെ അടക്കി ഭരിച്ച ഫറോവയാണ് ഹുസ്നി മുബാറക്ക്. ഹുസ്നി മുബാറക്ക് എപ്പോഴും ഇസ്രായേലിന്റെ ശിങ്കിടിയാണ്. ഹുസ്നി മുബാറക്ക് താഴെ ഇറങ്ങുന്നത് വരെ ഒബാമ ഇങ്ങനെ ആടിക്കളിച്ചു അല്ലേ. ഹുസ്നി മുബാറക്ക് താഴെ വീണപ്പോ മുനാഫിക്കിന്റെ റോളിൽ അമേരിക്ക പ്രത്യക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതാണ് അമേരിക്ക. എപ്പോഴും സാമ്രാജ്യത്വം കടുത്ത കാപട്യമായിരിക്കും പുലർത്തുക. മുസ്ലിം ലോകം തിരിച്ചറിഞ്ഞാൽ മതി. അള്ളാഹു പടച്ചവൻ ലോകത്തിൽ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ 100 കണക്കിന് പള്ളികളാണ്. സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി ഇന്ന് ഇറ്റലിയിലാണ്, റോമിലാണ്. ബെനഡിക്റ്റ് 16-ാമന്റെ റോമിലാണ് ഏറ്റവും വലിയ പള്ളി. അള്ളാഹുവിന്റെ അതാ തൗഹീദ് ബാങ്കുലി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ വളർച്ച ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇസ്ലാമിനെ പഠിക്കുക, ഖുർആൻ പഠിക്കുക. നിങ്ങൾ സയൻസും ടെക്നോളജിയും ആർജിക്കുക. ഈമാൻ വലത് കൈയിൽ, ഇടത് കൈയിൽ ടെക്നോളജി. ഒരു രംഗത്ത് നിന്നും നിങ്ങൾ പുറകോട്ട് പോകരുത്. നല്ല മാതൃകാ കുടുംബം നിങ്ങൾ സൃഷ്ടിക്കണം. സ്ത്രീധനം മാത്രം നോക്കരുത്. സ്ത്രീ തന്നെ ധനമാണ്. നല്ലൊരു സ്ത്രീ ധനമല്ലേ? സാലിഹത്തായ ഭാര്യ, അവൾ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അള്ളാഹു നമുക്കത് നിരട്ടെ. പിന്നെ ഒരു പെണ്ണ് കൊണ്ടുവരുന്നത്, ഞാൻ ചോദിക്കട്ടെ, സ്ത്രീധനം നമുക്ക് ഹറാമെന്ന് പറയാൻ കഴിയില്ല, സ്ത്രീധനം ഹലാലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വിവാഹമോചനം നടക്കുമ്പോൾ എന്തിനാ അത് തിരിച്ചു മേടിക്കുന്നത്? അല്ല സാറേ, വിവാഹമോചനം നടക്കുമ്പോ അമ്മോച്ചൻ കണക്ക് പറഞ്ഞ് ജമാഅത്ത് കമ്മിറ്റിയുടെ അടുക്കൽ വന്നിട്ട് ഞാൻ 50 പവനും കൊടുത്തു, 3 ലക്ഷവും കൊടുത്തു എന്ന് പറയുന്നുണ്ട്, തിരിച്ചു മേടിക്കുന്നുണ്ടല്ലോ. സ്ത്രീധനം ഹലാലായ ഹദിയ ആണെങ്കിൽ എന്തിനാ തിരിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് ഡിമാൻഡ് വെക്കരുത്.
ഡിമാൻഡ് ഇല്ലാതെ ഒരു പെണ്ണിന്റെ ആദർശ നിഷ്ഠ കണ്ട് അൽഹംദുലില്ലാ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാമെന്നേ ഉള്ളൂ. ദീനിന് സ്ഥാനം കൊടുക്കണം. ഒരു ഹദീസ് കൂടി പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. മുത്തുനബി പറഞ്ഞു ഫലാ തസവ്വജൂഹുന്ന ലിഹുസ്നിഹിന്ന, പെണ്ണിനെ അവളുടെ സൗന്ദര്യം മാത്രം നോക്കി വിവാഹം ചെയ്യരുത്. ഫഅസാ ഹുസ്നുഹുന്ന അയ്യുർദിയഹുന്ന, പെണ്ണിന് അവളുടെ സൗന്ദര്യം പരീക്ഷണമാണ്, അവളെ നാശത്തിലേക്ക് നയിക്കാം, അവൾക്ക് ഈഗോ ഉണ്ടാകാം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഫലാ തസവ്വജൂഹുന്ന ലിഅംവാലിഹിൻ, സമ്പത്ത് മാത്രം നോക്കി നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഫഅസാ അംവാലുഹുന്ന അൻ തുതഗിയഹുന്ന, അവളുടെ സമ്പത്ത് അവളെ അതിക്രമത്തിലേക്ക് പ്രേരിപ്പിക്കാം. വല അമത്തുൻ ഖർമാഉ സൗദാഉ ലാതു ദീനിൻ അഫ്ളലു, മുത്തുനബി പറയുകയാണ് രണ്ട് കാലും കൈയും മുറിക്കപ്പെട്ട കറുത്ത ദീനുള്ള പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വൈകല്യമുണ്ട്, വിരൂപിണിയുമാണ്, പക്ഷെ അവൾക്ക് ദീനുണ്ടെങ്കിൽ അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. മറുഭാഗത്ത് ദീനില്ല, അവയവങ്ങൾ പൂർണ്ണമാണ്, സുന്ദരിയാണ്, ദീനില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് ഈ കറുത്ത വൈകല്യമുള്ള പെണ്ണാണെന്ന് പഠിപ്പിച്ചു നബി തിരുമേനി. കാരണം കുടുംബത്തിൽ സന്തോഷം, കുടുംബത്തിൽ ഭദ്രത, ഇതാണ് വിവാഹത്തിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. വംശവർദ്ധനവും അള്ളാഹു പടച്ചോ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കാണുന്നതെന്നാ പുന്നാരറോളയിൽ പോകുന്നതെന്നാ ഓമനം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് പുന്നാരനിബീന കാണുന്നതെന്നാ പുന്നാരറോളയിൽ പോകുന്നതെന്നാ ഓമനം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാ